ഒരു സത്യം മനുഷ്യർ എല്ലായ്പ്പോഴും വിസ്മരിക്കാറുണ്ട്. ഈ സൃഷ്ടിയിലുള്ള ഓരോരോ കണങ്ങളിലും ഈശ്വരന്റെ അംശം നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവയെല്ലാം ഒരു വിധത്തിൽ പരസ്പരമുള്ളവയുമാണ്. എപ്രകാരമാണോ പുഷ്പങ്ങൾ നമുക്ക് ചുറ്റുമുള്ള അന്തരീക്ഷത്തെ സുഗന്ധപൂരിതമാക്കുന്നത്, അപ്രകാരം തന്നെ ദുർഗന്ധം വമിക്കുന്ന ഒരു പദാർത്ഥം നമുക്ക് ചുറ്റുമുള്ള അന്തരീക്ഷത്തെ ദുർഗന്ധപൂരിതവുമാക്കി തീർക്കുന്നു. ഇതുപോലെ തന്നെ മനുഷ്യന്റെ സുഖവും ദുഃഖവുമെല്ലാം സമസ്ത പ്രപഞ്ചത്തിലും അതിന്റെ പ്രഭാവം ചെലുത്താറുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സുഖം ആർക്കെങ്കിലുമൊക്കെ അല്പമെങ്കിലും സുഖാനുഭൂതി പകരുക തന്നെ ചെയ്യും. അതുപോലെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ദുഃഖം ആർക്കെങ്കിലുമൊക്കെ അല്പമെങ്കിലും ദുഃഖദായകവുമായി തീരുന്നതാണ്. അതിനർത്ഥം ജഗത്തിൽ സുഖദുഃഖങ്ങൾ തുല്യമായിരിക്കുമെന്നല്ലേ? അതേ പുത്ര, അങ്ങനെ തന്നെയാണ് ഈശ്വരന്റെ സൃഷ്ടിതത്വം. എപ്പോഴെല്ലാം അധർമ്മം വർദ്ധിക്കുന്നുവോ അപ്പോഴെല്ലാം ഈ സന്തുലിതാവസ്ഥ തകരും. ഒരേ ഒരു കംസൻ കാരണം സമസ്ത യാദവ വംശവും ദുഃഖത്തിലാണ്ടുപോയിരിക്കുകയായിരുന്നു. ഒരേ ഒരു ജരാസന്ധൻ കാരണമാണ് സമഗ്ര ആര്യാവർത്തത്തിലും ധർമ്മം നശിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ഇപ്പോൾ ഒരേ ഒരു ദുര്യോധനൻ കാരണമാണ് സമഗ്ര കുരുരാഷ്ട്രവും ദുഃഖത്തിലാണ്ടിരിക്കുന്നത്. പ്രജകൾക്ക് ചൂഷണവും അടിച്ചമർത്തലും നേരിടേണ്ടി വരുന്നു. പുത്രന്മാരെ, പ്രപഞ്ചത്തിൽ ദുഃഖം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വാസ്തവത്തിൽ സുഖമനുഭവിക്കുന്നവരുടെ എണ്ണത്തേക്കാൾ കൂടുതലായുള്ളത് ദുഃഖം അനുഭവിക്കുന്നവർ തന്നെയാണ്. അങ്ങനെ ഈ പ്രപഞ്ചം രോഗാവസ്ഥയിലായി. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആ രോഗത്തെ ചികിത്സിക്കേണ്ടത് അനിവാര്യമായ കാര്യം തന്നെയാണ്. അവരവരെ തന്നെ ബലിയർപ്പിക്കേണ്ടി വന്നാലും ശരി, അധർമ്മികളെ ഉന്മൂലനം ചെയ്യുക എന്നത് അനിവാര്യമായ കാര്യമായി തീരുന്നു. അത്തരം സന്ദർഭങ്ങളിൽ ബന്ധങ്ങൾക്ക് യാതൊരു മൂല്യവും കൽപ്പിക്കരുത്. അതുപോലെ സ്നേഹത്തിനും മഹത്വം നൽകരുത്. സ്വാർത്ഥ താൽപര്യങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല. അതുപോലെ ഒരിക്കലും സുഖം പ്രതീക്ഷ